ലൈക്ക് ഞാൻ മലപ്പുറംകാരി ആയതുകൊണ്ട് മലപ്പുറത്ത് വന്നാൽ ബെറ്റർ എന്നുള്ളൂ. ലൈക്ക് തോന്നുന്നു മലപ്പുറംകാരാണ് ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ കൂടുതൽ അതിനെക്കുറിച്ചൊരിത് പറയാൻ, എല്ലാവരും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, എല്ലായിടത്തും ഫാൻസ് കൂടുതലാണ്. ബേസിക്കലി കുറച്ച് മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം, അതുകൊണ്ട് അവിടെ വന്നാൽ ബെറ്റർ, എൻ്റെ നാടായത് കൊണ്ടും. സിമ്പിൾ. ലൈറ്റ് മെട്രോ ആസ് എ പ്രോജക്റ്റ് നല്ലതായിരിക്കാം, പക്ഷേ അത് നടപ്പിലാവാൻ സാധ്യത തീരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല രീതിയിൽ പല പ്രൊജക്റ്റുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ നടപ്പിലാക്കാൻ ഇങ്ങനെ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പദ്ധതികളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. നമുക്കിവിടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ എത്രത്തോളം നടക്കും എന്നുള്ളത് നടന്നാൽ നല്ല കാര്യമാണ്, പക്ഷേ നടക്കാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചുള്ള പറയാനുള്ള കാര്യം. വരണം, നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ, വന്നോട്ടെ. ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരമൊക്കെ പോകുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസമായി മാറില്ലേ ഇപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ? ആശ്വാസമായിട്ട് മാറും, യാത്ര സൗകര്യം കൂടും. അതാ പറഞ്ഞ നല്ല കാര്യമാണല്ലോ, വരട്ടെ എന്നല്ലേ പറഞ്ഞത്, വരണം, അങ്ങനെ പുരോഗതി ഉണ്ടാവട്ടെ. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഇത് പ്രഖ്യാപിച്ചെങ്കിൽ നടപ്പായില്ല, അപ്പോൾ ഈ സർക്കാർ അത് പ്രഖ്യാപിച്ചു നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. ജനങ്ങൾക്ക് കൂടുതലുള്ള സർക്കാർ ആയതുകൊണ്ടായിരിക്കാം, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവർ ചെയ്തില്ലേ, അപ്പോൾ ഇതും അതിൽ മുതൽക്കൂട്ടാവട്ടെ. സ്റ്റേഡിയം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ജില്ലയിൽ വരാനാണ് നിങ്ങൾക്ക് താല്പര്യം? കോഴിക്കോട് നമ്മൾ കോഴിക്കോടിലാണ്, കോഴിക്കോട് വരണം, അതാണല്ലോ വേണ്ടി, നമ്മൾ ആഗ്രഹം അത് തന്നെയാണ്, കോഴിക്കോട് വരണം. ഇപ്പം കോഴിക്കോടാകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കോഴിക്കോടാകുമ്പോൾ ഒന്നും കൂടി സൗകര്യമായി, നമുക്ക് പെട്ടെന്ന് പോയി കാണാൻ അതൊക്കെ ചെയ്യും. കോഴിക്കോട് അതിനനുസരിച്ച് സൗകര്യമുണ്ട്. അതുപോലെ ഇപ്പം എയർപോർട്ടും തൊട്ടടുത്തുണ്ട്, അപ്പോൾ കൈപ്പൂരിൽ ഇപ്പം ടീമുകളൊക്കെ വന്നാലും വളരെ വേഗത്തിൽ വെക്കാനൊക്കെ കഴിയും. കോഴിക്കോടാകുമ്പോൾ ഒന്നും കൂടി സൗകര്യം. കോഴിക്കോട് ഒരുപാട് കാണാൻ പറ്റിയ ഇതുണ്ടല്ലോ, ബീച്ചായാലും എന്തായാലും അവിടെ വന്ന ആൾക്കാർക്ക്. പിന്നെ കളിയാകുമ്പോൾ കളീൻ്റെ ടൈമിന് അങ്ങോട്ട് പോവാം, കളി കണ്ട് ആസ്വദിക്കുക, വീണ്ടും ബീച്ചിലേക്ക് വരാം. അപ്പോൾ കോഴിക്കോടിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സെറ്റായി. അതിനുള്ളതെന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ടൊന്നും കൊടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പം തന്നെ സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഈ സൗജന്യം ഞാൻ യോജിക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ. പാവപ്പെട്ടവർക്ക്, ദാരിദ്ര്യക്ക് താഴെയുള്ളവരോ അല്ലെങ്കിൽ വികലാംഗരോ അല്ലെങ്കിൽ പിന്നെ വിധവകൾ, ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ കൽപ്പറ്റ വരെ പോയി, ഞാൻ ടിക്കറ്റ് എടുക്കാണ്ട് ഇരിക്കുന്നു. എത്രയോ വയസ്സായ അപ്പൂപ്പന്മാരും പിന്നെ പണിക്കാർ എല്ലാം പിക്കാസ് മുതലുള്ള സാധനങ്ങൾ പിടിച്ച് തൂങ്ങി നിൽക്കുന്നു. ഈ സ്ത്രീകളൊന്നും എണീറ്റ് കൊടുക്കാനുള്ള മര്യാദ പോലും ഈ ഫ്രീ ആയിട്ട് എടുത്തവർ കാണിക്കുന്നില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി, പക്ഷേ അതിനൊരു മാനദണ്ഡം വെക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മെട്രോയ്ക്കും അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള മാനദണ്ഡം വെച്ചിട്ട് വേണം വെക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ലൈറ്റ് മെട്രോ യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും വന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വരാൻ വേണ്ടിയിട്ട് നോക്കുക, എന്തായാലും നല്ലത് കാഴ്ചവെച്ചാൽ ജനങ്ങളൊപ്പം ഉണ്ടാവും, അത്ര മാത്രം. സാധാരണ ബജറ്റ് പ്രഖ്യാപനം കടലാസിലാണ് ഒതുങ്ങാറ്. സാധാരണ UDF ഭരണത്തിൽ സാധാരണ അങ്ങനെ ഉണ്ടാവാറ്, നമ്മൾ അതായിട്ടല്ല. അപ്പോൾ കഴിഞ്ഞ സർക്കാർ ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ആ വികസനങ്ങളിൽ മതി വരാണ്ടാണോ അതോ പറ്റാണ്ടാണോ എന്നറിയില്ല. അവരിപ്പോൾ ആ ഗവൺമെൻറ്റൊക്കെ പുതിയ ഗവൺമെൻറ് വന്നു. കഴിഞ്ഞ പ്രാവശ്യം പവർ കട്ട് ഉണ്ടായിരുന്നു, പ്രാവശ്യം പവർ കട്ട് വന്നു തുടങ്ങി. അപ്പോൾ അതേപോലെ ഓരോന്നും വരും. ഈ മെട്രോയുടേതാണെങ്കിൽ നല്ലതാണെങ്കിൽ അത് മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പദ്ധതി വരുന്നതിനെ കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ എത്രമാത്രം ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും? പിന്നെ പദ്ധതി നമ്മൾ കോഴിക്കോടേക്ക് നമ്മൾ KSRTC മാത്രമല്ലേ ഉള്ളൂ. വേറെ ജില്ലയിൽ നിന്ന്, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ സ്പെഷ്യലി KSRTC മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മെട്രോ മലപ്പുറത്തും കൂടി കണക്ട് ചെയ്തിട്ട് മലപ്പുറം, തൃശ്ശൂർ, തിരുവനന്തപുരത്ത് നിന്നൊക്കെ കണക്ട് ചെയ്തിട്ട് വരുന്ന തീർച്ചയായിട്ടും ഉപകാരം.